ഹെർണിയയുടെ എങ്ങനെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. ഹെർണിയ രണ്ട് വിധത്തിൽ മാനേജ് ചെയ്യാം. ഒന്ന്, പേഷ്യൻറ്റിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പേഷ്യൻറ്റിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വേദനയോ പ്രശ്നമോ ഒന്നുമില്ല, തന്നാലെ അകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാം. ഒന്നും ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് വെയിറ്റ് എടുക്കാതെയും ചുമ വരുമ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യാതെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമുക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള ഹെർണിയകളിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ തുമ്മുകയോ ചുമക്കുകയോ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഈ കുടലിലെ പാടിയോ ഇറങ്ങി അതുവഴി വന്ന് അവിടെ സ്റ്റക്കായി കിടന്ന് പെട്ടെന്ന് വേദന ഉണ്ടാക്കാനുള്ള ചാൻസും ഈ കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ പേഷ്യന്റ് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷനിൽ പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ ഹെർണിയ ട്രസ് എന്ന ഉപകരണം ലഭ്യമാണ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെർണിയ എന്ന് പറയുന്നത് കുടലിൻ്റെ ഒരു വീക്ക്നെസ് വന്നൊരു ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് ഓർഗൻസ് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഈ ട്രസ് എന്ന ഉപകരണം അവിടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെർണിയ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ സ്റ്റക്ക് ആവാനും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹെർണിയൽ ട്രസ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല. പിന്നെ ഉള്ളത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ മാനേജ്മെന്റ് ആണ്. ഹെർണിയ പൊതുവേ നമ്മൾ കുറച്ചൊരു വേദന വന്നു കഴിഞ്ഞാൽ, പേഷ്യന്റ് വേദനയോ അല്ലെങ്കിൽ ഹെർണിയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകും. സർജറി മെയിനായിട്ട് 2 ടൈപ്പ് സർജറികളാണുള്ളത്. ഒന്ന്, നമ്മൾ ഓപ്പൺ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് തുറന്ന് കുടല് പുറത്തേക്ക് ഇറങ്ങി വന്നത് അകത്തോട്ട് വെച്ച് തയ്ച്ച് മെഷ് വെച്ച് അതുകൂടെ അതിനോട് ചേർത്ത് യോജിപ്പിക്കുന്നതിനാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഈ മെഷ് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ആൾക്കാർക്കും കുടലിന്റെ ബലക്ഷയം കൊണ്ടാണ് ഹെർണിയ രൂപപ്പെടുന്നത്. അപ്പോൾ കുടലിന്റെ ബലക്ഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മസിലിന് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷ് വെച്ച് ചെയ്യുന്നത്. ഇങ്ങനെ മെഷ് വെച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഹെർണിയ വരാനുള്ള ചാൻസ് ഒരു പരിധിവരെ അത് തടയാൻ സഹായിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി സർജറി. കീഹോൾ സർജറി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഗ്വൈനൽ ഹെർണിയാസിലാണെങ്കിൽ 2 സൈഡിലും പേഷ്യന്റ് ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ കീഹോൾ സർജറിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഓപ്പൺ സർജറിനെക്കാളും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഹോൾ സർജറിയിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന് മുറിവ് ചെറുതായിരിക്കും. പിന്നെ അത് ഹീലിംഗ് വളരെ പെട്ടെന്ന് രോഗിക്ക് ഹോസ്പിറ്റലിൽ വിട്ട് പോകാൻ പറ്റും. ഹീലിംഗ് വളരെ പെട്ടെന്നാവുന്നത് കൊണ്ട് രോഗിയുടെ ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റേ നമുക്ക് ചുരുക്കാൻ പറ്റും. അതുകൂടാതെ അണുബാധ വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ 2 സൈഡും ഓപ്പൺ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും സേഫും കുറച്ചുകൂടെ കൺവീനിയൻറ്റും ആയിട്ടുള്ള ടെക്നിക്കാണ് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്.